ലെബനനിലെ പൊട്ടിത്തെറിയുടെ ആഘാതത്തിലാണ് ഹിസ്ബുള്ള. എപ്പോൾ എവിടെ നിന്ന് തിരിച്ചടിയെന്നറിയാത്ത അവസ്ഥ. മൊസാദിന്റെ പ്ലാൻ മുൻകൂട്ടി അറിയാൻ പറ്റാത്ത അവസ്ഥയിൽ ഇറാനും. നാലു വഴിക്കും ഹിസ്ബുള്ളയ്ക്ക് ശക്തിയുണ്ടായിട്ടും ഇസ്രയേലിന്റെ ചാരന്മാരുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാതെ പോയ സമ്മർദ്ദം വേറെയും. ലോകം മുഴുവൻ ഒന്നടങ്കം നടുങ്ങിയിരിക്കുന്നു. കേട്ടുകേൾവി പോലുമില്ലാത്ത യുദ്ധമുറയും നീക്കവുമാണ് ഹിസ്ബുള്ളയെ തീർക്കാൻ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. ഗാസയെ സഹായിക്കുന്നത് ഹിസ്ബുള്ള, ഇറാൻ, ഹൂതി സംഘമാണ്. ഇസ്രയേൽ നടത്തിയ പേജർ ആക്രമണങ്ങളിലൂടെ തുറന്നയൊരു യുദ്ധത്തിനാണ് ബെഞ്ചമിൻ നെതന്യാഹു തിരികൊളുത്തിയിരിക്കുന്നത്. മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചാൽ ശത്രുവിന് ലൊക്കേഷൻ കണ്ടെത്തി ആക്രമിക്കാൻ എളുപ്പമാണ്. ഇത് തടയാനാണ് ഹിസ്ബുള്ള സംഘങ്ങൾ ആശയവിനിമയത്തിന് ഇപ്പോഴും പഴയകാല പേജർ യന്ത്രങ്ങൾ ഉപയോഗിച്ചു വന്നിരുന്നത്. എന്നാൽ ആയിരക്കണക്കിന് പേജർ യന്ത്രങ്ങൾ തെക്കൻ ലെബനൻ, ബെഖാവലി, ബെയ്റൂട്ട്, സിറിയൻ തലസ്ഥാനം എന്നിവിടങ്ങളിലായി ഒരേ സമയം പൊട്ടിത്തെറിക്കുന്നു. മുമ്പെങ്കും കേട്ടിട്ടില്ലാത്ത ആക്രമണ തന്ത്രം അതിവിദഗ്ധമായി തന്നെ ഇസ്രയേൽ നടപ്പിലാക്കി. മരിച്ചവരിലും പരിക്കേറ്റവരിലും ഉന്നതരായ ഹിസ്ബുള്ള നേതാക്കളും ഉൾപ്പെടുന്നു. ലോകത്തിലെ തന്നെ അസാധാരണമായ ഒരു ആക്രമണ രീതിയാണ് ഇസ്രയേൽ അവലംബിച്ചിരിക്കുന്നത്. പിന്നിൽ പ്രവർത്തിച്ചതാകട്ടെ അമേരിക്കയുടെ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയും ബ്രിട്ടന്റെ MI6നോടും കിടപിടിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ചാരസംഘടനകളിലൊന്നായ ഇസ്രയേലിന്റെ മൊസാദാണ്. വിതരണ ശൃംഖലയിൽ നടന്ന ആസൂത്രിതമായ നുഴഞ്ഞുകയറ്റമാണ് പേജർ സ്ഫോടന പരമ്പരയ്ക്ക് പിന്നിലുള്ളത്. സൈബർ സുരക്ഷാ ലോകത്തെ വർദ്ധിച്ചു വരുന്ന വെല്ലുവിളികൾക്ക് പേജർ ദുരന്തം ആക്കം കൂട്ടുന്നു. പേജറുകൾ പൊട്ടിത്തെറിച്ച സംഭവം വലിയ സുരക്ഷാ വീഴ്ചയായിട്ടാണ് ഹിസ്ബുള്ള കാണുന്നത്. ഇതാദ്യമായല്ല ഇത്തരം കുടിലതന്ത്രങ്ങൾ ഇസ്രയേലും മൊസാദും പുറത്തെടുക്കുന്നത്. ഇസ്രയേലിന്റെ സുരക്ഷയ്ക്കെന്ന പേരിൽ രാജ്യത്തിന്റെ ശത്രുക്കളെ അതിക്രൂരമായി ആക്രമിച്ചു വധിച്ച ചരിത്രം മൊസാദിനുമുണ്ട്. കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, പീഡനം തുടങ്ങിയവയും മൊസാദിന് കൈമുതലായുണ്ട് എന്ന് പറയപ്പെടുന്നു. അന്താരാഷ്ട്ര നിയമങ്ങൾ പോലും ലംഘിച്ചാണ് മൊസാദ് പല ഓപ്പറേഷനുകളും നടത്തുന്നത് എന്ന് ഹിസ്ബുള്ള പറയുന്നു. മറ്റു രാജ്യങ്ങളുടെ നിയമങ്ങൾ കാറ്റിൽ പറത്തിയും രാജ്യങ്ങളുടെ പരമാധികാരത്തിൽ കടന്നുകയറിയുമാണ് ഓപ്പറേഷനുകളും കൊലപാതകങ്ങളും മൊസാദ് നടത്താറുള്ളത് എന്നാണ് ഹമാസിന്റെ വാദം. മൊസാദിന്റെ അംഗങ്ങളിൽ പലരും ഇസ്രയേൽ പ്രതിരോധ സേനയിൽ സേവനമനുഷ്ഠിച്ചവരും അതിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുമാണെങ്കിലും ഇതൊരു സൈനിക സ്ഥാപനമല്ല. ഏകദേശം 7000 പേർ മൊസാദിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. പശ്ചിമേഷ്യയിലെ സമാധാനത്തിനുമേൽ കരുനിഴൽ വീഴ്ത്തിയ ഹമാസ് രാഷ്ട്രീയ വിഭാഗം നേതാവ് ഇസ്മയിൽ ഹനിയുടെ കൊലപാതകത്തിന് പിന്നിലും ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദിന്റെ പേരാണ് മുഴങ്ങിക്കേട്ടത്. മൊസാദ് നടത്തിയ സുപ്രധാനവും ക്രൂരവുമായ രഹസ്യ കൊലപാതകങ്ങളിൽ ഒന്നായിരുന്നു 1978 പലസ്തീൻ വിമോചനത്തിനിടെയുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ തലവനായ വാദി ഹദാദിന്റേത്. ഹദാദ് പതിവായി ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് മാറ്റി വിഷം കലർന്ന പേസ്റ്റ് വെച്ചായിരുന്നു ഹദാദിനെ കൊലപ്പെടുത്തിയത്. ഇറാനിൽ വെച്ച് സമാനമായ പല കൊലപാതകങ്ങളും മൊസാദ് നടത്തിയതായി കരുതപ്പെടുന്നു. ഇറാന്റെ ഖുദ്സ് സേനാ തലവൻ കാസിം സുലൈമാനിയുടെ കൊലപാതകം, ഇറാന്റെ ആണവ പദ്ധതികളുടെ പിതാവെന്നറിയപ്പെടുന്ന മൊഹസിൻ ഫക്രിസാദിയുടെ കൊലപാതകം തുടങ്ങിയവ അതിൽ ചിലതാണ്. ദുബായിലെ അൽ ബുസ്താൻ റൊട്ടാന ഹോട്ടൽ മുറിയിൽ വെച്ച് അൽ മഹബൂബ് കൊലപ്പെട്ടതിലും മൊസാദിന്റെ കൈകളുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. 1996 ഹമാസ് നേതാവ് യഹ്യ അയ്യോഷിന്റെ കൊലപാതകവും ഇവയിൽപ്പെടുന്നതാണ്. ഇസ്രയേലിന്റെ രഹസ്യ അന്വേഷണ ഏജൻസിയായ ഷിൻബെറ്റാണ് ഇതിൽ പങ്കാളിയായത്. അമേരിക്ക, അർജന്റീന, ഉറുഗ്വ, ഇറാൻ, മധ്യേഷ്യ, ഇറാഖ്, ജോർദാൻ, പലസ്തീൻ, സിറിയ, മലേഷ്യ, വിവിധ ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രഹസ്യ ഓപ്പറേഷനുകൾ മൊസാദ് നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം കൂടുതൽ രൂക്ഷമാകാനിടയുള്ള പുതിയ സാഹചര്യത്തിൽ ലെബനന് പിന്തുണയേകി ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ രംഗത്തുമുണ്ട്. അതേസമയം ആക്രമണത്തെക്കുറിച്ച് ഇസ്രയേൽ പ്രതികരിക്കുകയോ തങ്ങളുടെ പങ്കാളിത്തം സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടില്ല. പതിറ്റാണ്ടുകൾക്കിടെ ഹിസ്ബുള്ള നേരിട്ട ഏറ്റവും വലിയ ഇന്റലിജൻസ് പരാജയമാണിത്. അമേരിക്ക ആക്രമണത്തിൽ പങ്കില്ലെന്ന് ഔദ്യോഗികമായി അറിയിച്ചിട്ടുമുണ്ട്. ഈ ഒറ്റ ആക്രമണത്തോടെ ഇസ്രയേൽ ലെബനൻ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകുമെന്ന് ഉറപ്പാണ്. ഇസ്രയേൽ കൂടുതൽ കരുതണമെന്ന് ഏതു നിമിഷവും വലിയ തിരിച്ചടി പ്രതീക്ഷിക്കുകയും ചെയ്യാം.